കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് അതായത് ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള ഒരു എക്സാമിന് PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നോക്കി പഠിക്കണം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞ് ആൻസർ പറയുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്തോറും നമുക്ക് കൂടുതൽ അറിഞ്ഞു തുടങ്ങും. അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും കൂടുതൽ വേണമെങ്കിൽ അതിന് കമന്റ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഡി ആണ്, 1917. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ആൻസർ സി, നന്ദലാൽ ബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ആൻസർ സി, റൗലറ്റ് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ആൻസർ ബി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ആൻസർ സി, നിസ്സഹകരണ സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന? ആൻസർ ഡി, ഇന്ത്യൻ നാഷണൽ ആർമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരെ? ആൻസർ ഡി, മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം? ആൻസർ സി, മലബാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈകുണ്ഠ സ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം. ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആരെ? ആൻസർ ബി, മന്നത്ത് പത്മനാഭൻ. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി. രാജ്യസഭയുടെ അധ്യക്ഷൻ? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ പാർലമെന്റ്. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി? രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. സി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ? ആൻസർ എ, ഡോക്ടർ BR അംബേദ്കർ. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം? ആൻസർ എ, പാരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ആൻസർ ബി, സോജൻ ജോസഫ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായ ജോഡികൾ ഏവ? ദുർഗാപൂർ ബ്രിട്ടൻ ആണോ? ബൊക്കാറോ അമേരിക്ക, റൂർക്കലെ ജപ്പാൻ, ഭിലായ് സോവിയറ്റ് യൂണിയൻ? ഇതിലെ ഏതാണ് ശരിയായ ജോഡികൾ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ സി ആണ്, അതായത് 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ദുർഗാപൂർ ബ്രിട്ടനും ഭിലായ് സോവിയറ്റ് യൂണിയനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം.
ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ ബി, മൂന്നാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി? ആൻസർ ഡി, KM പണിക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ആൻസർ സി, തുമ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ആൻസർ ബി, ബ്രസീൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ? 6. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു, അതിൽ ചേരാത്തത് കണ്ടെത്തുക. ആൻസർ സി ആണ്, ബ്രഹ്മപുത്ര, ഘാഘര എന്നുള്ളതാണ് ചേരാത്തത്. ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ? ആൻസർ എ ആണ്, രാജസ്ഥാൻ സമതലം. മരുസ്ഥലി ഭാഗർ മേഖലകള് രാജസ്ഥാൻ സമതലത്തില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളിലെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കുക. ആൻസർ ഡി ആണ്, കണ്ടല, മുംബൈ, മർമഗോവ, മംഗലാപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു, നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എന്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എന്റെ പോഷക നദികളാണ് ഇബ്, ടെൽ. ആൻസർ എ ആണ്, മഹാനദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ആൻസർ ബി, കോറമാണ്ഡല തീരസമതലം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തെറ്റായത് കണ്ടെത്തുക. നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ, മനു ഭാസ്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൾ, സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ്, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനങ്ങളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ? ആൻസർ ബി, പോളണ്ട്, ഉക്രൈൻ. ഈ അടുത്ത കാലത്തെ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ആൻസർ ഡി, പുതിയ പെൻഷൻ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനന്ദ് ഏഗർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആൻസർ സി, മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം?
ആൻസർ ബി 1084. താഴെ തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവ മണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ എ മണ്ണാർക്കാട്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ സി ആണ് ഇടുക്കി. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ആൻസർ ബി കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് ഇവയെല്ലാം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡിലീറ്റ് ചെയ്തതാണ്. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ആൻസർ ബി ആണ് വെള്ളായണി തടാകം, തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇത് ശരിയാണ്. ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താലാണ് നിർമ്മിച്ചത്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതും ശരിയാണ്. പിന്നെ എന്താണ്? വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു എന്നുള്ളതും ശരിയാണ്. അപ്പൊ ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984-ൽ ഇത് ആരംഭിച്ചു. പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആൻസർ എ ആണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലയുടെ ജോഡി കണ്ടെത്തുക. ആൻസർ ഡി ആണ് എറണാകുളമാണ് കൂടുതലുള്ളത്. കുറവുള്ളത് ഇടുക്കിയില്. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ആൻസർ ബി ആണ് 7 ആളാണ് പങ്കെടുത്തത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ്. 2018-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ആൻസർ സി ആണ് എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം? ആൻസർ ഡി മിന്നുമണി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ബി കൈരളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം? ആൻസർ ഡി കോഴിക്കോട്. ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ആൻസർ എ ക്രിക്കറ്റ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? വിദ്യാവാഹിനി ആപ്പ്. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം
എന്ന സ്ഥലത്ത് മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഇത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം. കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് എന്നുള്ളതും കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എ, തന്മുദ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ആൻസർ ഡി, ദൂരദർശൻ. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ബി ആണ്, 300 എന്നുള്ളത്. പിന്നെ പ്രായപൂർത്തിയാവുമ്പോ എത്രയാവും? 206 എല്ലുകളാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? നെല്ലിക്ക, ചീര, മുരിങ്ങയില, മുട്ട. മോണയ്ക്ക് കേട്. ആൻസർ എ ആണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെല്ലിക്കയും മുരിങ്ങയിലയും ആണ് കൂട്ടേണ്ടത്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനം കാർഷിക വിള. ലോല പയറാണ്, ഹ്രസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര ഏതാണെന്ന്? ആൻസർ സി ആണ്, ചന്ദ്രശേഖര തെങ്ങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. കണ്ടൽ വനങ്ങളാണോ, പവിഴപ്പുറ്റുകളാണോ, സസ്യപ്ലവകങ്ങളാണോ? ആൻസർ ഡി ആണ്, അതായത് പവിഴപ്പുറ്റുകൾ മാത്രമാണ് മഴക്കാടുകൾ, കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ആൻസർ എ, കുരുവിക്കൊരു കൂട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? ആൻസർ ബി, പ്രിയങ്ക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ സി ആണ്, ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് എന്നുള്ളത് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ആൻസർ ഡി, ക്രോമിയം. സിങ്കിന്റെ അയിരേത്? കലാമിൻ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ആൻസർ ബി, കാൽസ്യം. ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ബി, നൈട്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്ത്? അപവർത്തനം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്?
ആൻസർ ഡി മുഹമ്മദ് യൂനൂസ്. ഖാദർ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഖാദർ കമ്മിറ്റി സ്കൂൾ വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത്? ആൻസർ എ അനോഫിലസ് കൊതുക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ആൻസർ ബി ഡിഫ്തീരിയ. എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാവുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. പിന്നെ എന്താണ്? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഈ രോഗം പകരുന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷെ കൊതുക്, ഈച്ച ആ പ്രാണികളിലൂടെയൊന്നും പകരില്ല. അത് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വെച്ചിട്ടാണ് അത് പകരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ആൻസർ ഡി മാംസ്യം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ആൻസർ സി വിറ്റാമിൻ സി സ്കർവി. നിശാന്തത എന്താണ്? വിറ്റാമിൻ എ ആണ് കേട്ടോ. ബെറിബെറി വിറ്റാമിൻ ബി ആണ്. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്? ആൻസർ ബി പക്ഷാഘാതം. സ്ട്രോക്ക് എന്നൊക്കെ പറയും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രിയിലെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമേത്? ആൻസർ ബി ആർദ്രം മിഷൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമേത്? ആൻസർ സി ആശാഭവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരെ? ആൻസർ ഡി ജഗത് പ്രകാശ് നന്ദ. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ആൻസർ സി കുരങ്ങ് പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരെ? ആൻസർ എ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ആൻസർ ഡി ഹാവിഷ്വർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.